ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ USSന് വേണ്ട ചില ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് അംശബന്ധം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം നമ്മൾ ചതുരവുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ മറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട മറ്റ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ചോദ്യം വായിക്കാം. Selling price of a product is ₹600. The ratio of the cost price and the product അല്ല profit ആണ്, and the profit is 5:1. What will be the profit? ഒന്നുകൂടി നോക്കുക. Selling price of a product is ₹600. എന്ന് വെച്ചാൽ എന്താ? ഒരു വസ്തുവിൻ്റെ വിറ്റ വില, ഒരു സാധനത്തിൻ്റെ വിറ്റ വില എത്ര രൂപയാണ്? 600 രൂപ. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് ലാഭമാണ് കിട്ടിയിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റേഷ്യോ ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് ദ പ്രോഫിറ്റ്, അതായത് ആ സാധനത്തിന്റെ യഥാർത്ഥ വിലയും, അതായത് അതിന്റെ അത് വാങ്ങുമ്പോഴുള്ള വില, വാങ്ങിയ വിലയും അതിന്റെ പ്രോഫിറ്റും എത്രയാണ്? അത് തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എത്ര തന്നത്? 5:1 ആണ്. അപ്പോൾ വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ്? അങ്ങനെയാണെങ്കിൽ അതിന്റെ ലാഭം എത്രയായിരിക്കും? അപ്പോൾ ഒരു സാധനം ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു, അത് വിറ്റപ്പോൾ അയാൾക്ക് 600 രൂപ കിട്ടി. 600 രൂപ കിട്ടിയെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5:1. അതായത് വാങ്ങിയ വിലയും ലാഭവും തമ്മിലുള്ള അംശബന്ധമാണ് 5:1. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ലാഭം? ഈ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. 600 രൂപയാണ് അതിന്റെ വിറ്റ വില. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വിറ്റ വില അല്ലെങ്കിൽ അതിന്റെ സെല്ലിംഗ് പ്രൈസിനെ SP നമുക്ക് ഷോർട്ട് ആയിട്ട് ചെയ്താൽ അല്ലെ, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വില. ആ സാധനത്തിന്റെ വിറ്റ വില യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? നമ്മളൊരു സാധനം വിറ്റ വില കണക്കാക്കുന്നത് എങ്ങനെയാ? അതായത് ആ സാധനത്തിന്റെ വാങ്ങിയ വിലയെ നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. വാങ്ങിയ വിലയോട് കൂടെ അതിന്റെ പ്രോഫിറ്റ് കൂട്ടുമ്പോ അല്ലേ ശരിക്കും പറഞ്ഞാൽ അതിന്റെ വിറ്റ വില കിട്ടുന്നത്. അതായത് വാങ്ങിയ വിലയുടെ കൂടെ ലാഭം, വാങ്ങിയ വില പ്ലസ് ലാഭമാണ് ഒരു സാധനത്തിന്റെ വിറ്റ വില അല്ലെ. ഒരു ലാഭം ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലക്ക് വിറ്റാലല്ലേ അതിന് ലാഭം കിട്ടുള്ളൂ. അപ്പം വാങ്ങിയ വില അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ വിലയോടുകൂടി ലാഭം കൂടി കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? അതിന്റെ വിറ്റ വില കിട്ടുന്നത് അല്ലെ. അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ തന്നത്, അതിന്റെ വിറ്റ വില നമുക്ക് തന്നിട്ടുണ്ട് SP = 600 അല്ലേ. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാങ്ങിയ വിലയും ലാഭവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? SP കിട്ടും. അതായത് സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ 600, വാങ്ങിയ വിലയും ലാഭവും തമ്മിൽ കൂട്ടിയിട്ടാണ് 600 കിട്ടുന്നത്. അപ്പൊ ആ 600 കിട്ടുമ്പോൾ ഇവയുടെ അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് 5:1. ഈ അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എത്രയാ വരുക? 6 അല്ലേ വരുക. അതായത് ഈ വിറ്റ വിലയെ 6 ഭാഗമാക്കി മാറ്റിയാൽ അതിൽ ഒരു ഭാഗം അതിന്റെ ലാഭവും അതിന്റെ ബാക്കി 5 ഭാഗം ആ സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വിലയുമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് 600 അതിന്റെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വില. വിറ്റ വിലയെ നമ്മൾ എന്ത് ചെയ്തു? 6 ഭാഗങ്ങളാക്കി. അതിലൊരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 5:1 കാണിക്കുന്നത് ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. പിന്നെ പ്രോഫിറ്റ് ആണ് ഈ 1നെ സൂചിപ്പിക്കുന്നത്. അപ്പൊ 600ന്റെ 6:1 എത്രയാ നിങ്ങൾക്ക് അറിയാലോ. ഇതാ നമുക്ക് വെട്ടിച്ചെടുക്കാൻ വേണമെങ്കിൽ 600ന്റെ 6:1 എന്ന് വെച്ചാല് 600നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 600ൽ 6 എത്ര പ്രാവശ്യം പോകും? 100 തവണ. 100 ഗുണിക്കണം 1, 100. അപ്പൊ 600ന്റെ 6:1 എത്രയാ? 100 ആണല്ലോ. അപ്പൊ പ്രോഫിറ്റ് എത്രയാണ്? 100. അപ്പം എന്തായിരിക്കും അതിന്റെ CP അല്ലെങ്കിൽ യഥാർത്ഥ വില അല്ലെങ്കിൽ അതിന്റെ വാങ്ങിയ വില എന്തായിരിക്കും? അപ്പം 600ൽ 100 ലാഭമാണെങ്കിൽ ബാക്കി 500 ആയിരിക്കുമല്ലോ അതിന്റെ യഥാർത്ഥ വില. ഒരു 100 രൂപയും കൂടി കൂട്ടിയിട്ടായിരിക്കുമല്ലോ ആ സാധനം വിറ്റത്. അപ്പം ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കണക്കിലേക്ക് കിടക്കാം. നോക്കൂ. The salaries of a wife and husband are in the ratio 7:9. Husband's salary is
rupees 3,200 more than his wife's. What will be the total salary? What will be their total salary? Question നോക്കിക്കോ. The salaries of a wife and husband എന്ന് വെച്ചാൽ എന്താ? ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശമ്പളം അല്ലെ, ശമ്പളങ്ങള് ആർ ഇൻ ദ റേഷ്യോ 7:9. അവരുടെ ശമ്പളങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് 7:9, വൈഫിന്റെയും ഹസ്ബൻഡിന്റെയും. അപ്പോൾ ഹസ്ബൻഡ് സാലറി ഈസ് rupees 3,200 more than his wife's. അതായത് ഇവിടെ പറഞ്ഞത് ഹസ്ബൻഡിന് പക്ഷേ സാലറിക്ക് 3,200 രൂപ കൂടുതലുണ്ട്. അതായത് ഭാര്യയുടേതിനേക്കാൾ 3,200 രൂപ കൂടുതൽ സാലറി ആർക്ക് കിട്ടുന്നുണ്ട്? ഹസ്ബൻഡിന് കിട്ടുന്നുണ്ട്, ഭർത്താവിന് കിട്ടുന്നുണ്ട്. വാട്ട് വിൽ ബി ദെയർ ടോട്ടൽ സാലറി? അങ്ങനെയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ആകെ സാലറി എത്ര? ഓരോരുത്തരുടെയും അല്ല, അവരുടെ ആകെ സാലറി എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നത് രണ്ടുപേരുടെയും ശമ്പളങ്ങൾ തമ്മിലുള്ള അംശബന്ധം 7:9 എന്നാണ് തന്നത്. എന്ന് വെച്ചാൽ അവരുടെ ആകെ സാലറി എടുത്തിട്ട് അതായത് ശ്രദ്ധിക്കുക, ഈ കണക്ക് കുറച്ച് വിഷമമുള്ളതാണ്. ഇങ്ങനത്തെ കണക്കേ നിങ്ങൾക്ക് USSന്റെ എക്സാമിന് വരുള്ളൂ. അതായത് അവരുടെ ശമ്പളം എന്ത് ചെയ്യുന്നു? ആകെ രണ്ടും കൂടി കൂട്ടുന്നെന്ന് കരുത്. ആകെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു? ഈ അംശബന്ധം നോക്കിയാൽ നിങ്ങൾ 9 7 തമ്മിൽ കൂട്ടിയാൽ എത്രയാ? 16 അല്ലെ? അതായത് അവരുടെ സാലറിയെ 16 ഭാഗങ്ങളാക്കിയാല് അതിൽ 7 ഭാഗം ആർക്കുണ്ട്? ഭാര്യക്കുണ്ട്. ആ 16ൽ 9 ഭാഗം ആർക്കുണ്ട്? ഭർത്താവിനുണ്ട്. അപ്പൊ നോക്കുക, രണ്ടുപേരുടെയും ശമ്പളങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് ആ കൂട്ടിയത്, അതപ്പോ അംശബന്ധങ്ങളും തമ്മിൽ നമ്മൾ ഇവിടെ കൂട്ടണം. 9 7 കൂടി കൂട്ടിയാൽ 16. അപ്പൊ അവരുടെ ആകെ ശമ്പളത്തിന്റെ 16ൽ 7 ഭാഗം ഭാര്യയ്ക്കും 16ൽ 9 ഭാഗം ആർക്കുമാണ്? ഭർത്താവിനുമാണ്. അപ്പൊ നോക്കിയേ, 16ൽ 9 ആണ് ഭർത്താവിന്, 16ൽ 7 ഭാഗമാണ് ഭാര്യക്ക്. ഓക്കെ, അപ്പൊ അവരുടെ സാലറികൾ ഇങ്ങനെയാ വരുന്നത്. അതായത് മൊത്തം സാലറിയുടെ 16ൽ 9 ഭാഗം ഭർത്താവിനും 16ൽ 7 ഭാഗം മാത്രമേ ആർക്കുള്ളൂ? ഭാര്യക്കുള്ളൂ. ഇനി ഹസ്ബൻഡിന്റെ സാലറി 3,200 രൂപ കൂടുതലാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാല് ഭാര്യയുടേതിനേക്കാളും 3,200 രൂപ കൂടുതൽ ഭർത്താവിന് കിട്ടുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗങ്ങളെ ഈ അംശബന്ധങ്ങളെ നമ്മൾ ഭിന്നങ്ങളാക്കി കഴിഞ്ഞാല് അവയുടെ വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? ഈ 3,200 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രണ്ടുപേരുടെയും ശമ്പളങ്ങളുടെ വ്യത്യാസമായിരിക്കില്ല 3,200. ഒരാൾക്ക് 3,200 കൂടുതൽ എന്ന് പറഞ്ഞാല്, അതായത് ഭാര്യയുടെ ശമ്പളത്തിനോട് 3,200 കൂട്ടിയാൽ ആരുടെ സാലറി കിട്ടും? ഭർത്താവിന് കിട്ടും. തിരിച്ചെങ്ങനെയും പറയാം, ഭർത്താവിന്റെ സാലറിയിൽ നിന്ന് 3,200 കുറച്ചാല് ഭാര്യയുടെ സാലറി കിട്ടും. എന്ന് വെച്ചാൽ അവരുടെ ഈ അംശബന്ധങ്ങളെ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അവയുടെ വ്യത്യാസമാണ് 3,200 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 9/16 - 7/16 ഇത് കുറക്കുന്ന എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ? ഛേദങ്ങൾ തുല്യമാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ കുറച്ചിട്ട് അതേ ഛേദം എഴുതണം അല്ലെ? 9ൽ നിന്ന് 7 കുറച്ചാല് നമുക്കറിയാം എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്. ഇഫ് ദ ഡിനോമിനേറ്റേഴ്സ് ആർ ഈക്വൽ ദെൻ സബ്ട്രാക്ട് ദ ന്യൂമറേറ്റേഴ്സ്. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൈനസ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ടാൽ മതി. 9ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 2 വരും. 2/16 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 2/16 നമുക്ക് വേണം ഒന്നുകൂടി ചുരുക്കാം. 2/16 ചുരുക്കിയാൽ എത്രയാ? 2ഉം 16ഉം നമുക്കറിയാം 2ന്റെ തന്നെ ഗുണിതങ്ങളാണ്. 2ൽ 2 ഒരു തവണ, 16ൽ 2 8 പ്രാവശ്യം. 1/8 നമുക്ക് എഴുതിക്കൂടെ? അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം അവരുടെ സാലറിയുടെ അതായത് 8/1 ഭാഗമാണ്. അങ്ങനല്ല, അതായത് ഈ ഭാഗങ്ങളുടെ വ്യത്യാസം 8/1 ആ 8/1 ശരിക്കും പറഞ്ഞാൽ എന്ത് വരുന്നത്? 3,200 എന്ന് പറയുന്നത്. അതായത് ശമ്പളത്തിന്റെ 8/1 3,200 എങ്കിൽ 8/1 3,200 എങ്കിൽ 8/1 3,200 എങ്കിൽ ആകെ സാലറി കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 3,200നെ 8 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ ആകെ സാലറി അല്ലെങ്കിൽ ടോട്ടൽ സാലറി, ഓക്കെ, ടോട്ടൽ സാലറി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 3,200 into 8 equal to 0 0 8 2s are 16 ബാക്കി 1 8 3s are 24 plus 1 25.
അപ്പം 25,600 രൂപയായിരിക്കും എന്ത് പറയുന്നത് അവരുടെ ആകെ ശമ്പളം എന്ന് പറയുന്നത്. ഓക്കെ, 25,600 രൂപ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എക്സാമിന് വരിക. നിങ്ങൾ ഇതൊന്നുകൂടി റിമൈൻഡ് അടിച്ച് കണ്ടു നോക്കുക. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ കിട്ടുവാണെങ്കിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെയായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. 3,200 എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഭർത്താവിൻ്റെ സാലറി കൂടുതലാണ്, അപ്പോൾ ഭാഗങ്ങളുടെ വ്യത്യാസമാണ് അവരുടെ സാലറി ആയിട്ട്, ആ വ്യത്യാസമാണ് 3,200 വരിക. അപ്പം ഈ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ചുരുക്കിയാൽ 8-1 വരും. 8-1 3,200. അപ്പോൾ 8 ഭാഗം 8-1 3,200 ആണെങ്കിൽ അതിന്റെ മുഴുവൻ കാണാൻ എന്ത് ചെയ്താൽ മതി? 8 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അതായത് സാലറീനെ നമ്മൾ ആദ്യം 16 ഭാഗമാക്കി, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. 16 2 ഭാഗമാണ് ഈ വ്യത്യാസം. അപ്പൊ ഇതിനെ 16 കൊണ്ട് ഗുണിച്ച് പിന്നെ 2 കൊണ്ട് ഹരിക്കുക എന്നെല്ലാം പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. അതിനപ്പം ഇതിന് നല്ലോണം ചുരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3,200 8 കൊണ്ട് ഗുണിച്ചാൽ അവരുടെ ടോട്ടൽ സാലറി കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കണക്കിൽ അതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. മിനി ആൻഡ് സുമ ഡിവൈഡഡ് an amount of money in the ratio 5:3. Mini got rupees 300 more. What is the amount of money divided? നോക്കുക, മിനിയും സുമയും രണ്ടുപേരെന്ത് ചെയ്യുന്നു? an amount of money ഡിവൈഡ് ചെയ്യുന്നു. ഒരു തുക അവരെന്ത് ചെയ്യുന്നു? ഒരു എത്രയോ എമൗണ്ട് ഓഫ് പണം, എത്രയോ പൈസ എന്ത് ചെയ്യുന്നു? രണ്ടുപേരും കൂടി വീതിച്ചെടുക്കുന്നു. ആ വീതിച്ചെടുക്കുന്നത് ഏത് അംശബന്ധത്തിലാണ്? 5:3. മിനിയും സുമയുമാണ്. അപ്പൊ മിനിയും സുമയും ആണ് ഇത് വീതിക്കുന്നത്. മിനി ഗോട്ട് rupees 300. അതായത് മിനിക്ക് എന്ത് ചെയ്തു? 300 രൂപ അധികം കിട്ടി വീതിച്ചപ്പോൾ. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് മണി ഡിവൈഡഡ്? അവര് വീതിച്ചെടുത്ത പണം എത്രയായിരിക്കും? അതായത് എത്ര പൈസയാണ് രണ്ടുപേരും ഈ അംശബന്ധത്തിൽ വീതിച്ചത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, അതായത് ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ 5:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് എത്രയോ എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ എത്രയോ രൂപ അവർ വീതിച്ചെടുക്കുന്നത്. അപ്പം ഈ അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടുന്നു ഞാൻ. എത്ര വരിക? 8 ഭാഗം. 5 3 കൂടി കൂട്ടിയാൽ 8 ആണല്ലോ. 8-ൽ 5 ഭാഗം ആരെടുക്കുന്നു? മിനി എടുക്കുന്നു. 8-ൽ 3 ഭാഗം ആരെടുക്കുന്നു? സുമക്ക് കുറച്ചും മിനിക്കാണ് കൂടുതൽ കിട്ടിയത്. അപ്പൊ നോക്കിയേ, ഈ ഭാഗങ്ങളുടെ അതായത് അംശബന്ധങ്ങളെ ഞാനിപ്പം ഭിന്നമാക്കി മാറ്റി. ഇത് തമ്മിൽ കുറച്ചാൽ എത്ര വരുമോ? 8-ൽ 5-ൽ നിന്ന് 8-ൽ 3 കുറച്ചാൽ എത്രയാ? നമുക്കറിയാം, ഛേദങ്ങൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് കുറക്കുന്നത് എങ്ങനെയാണ്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് അല്ലെ? അപ്പൊ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? സെയിം ഡിനോമിനേറ്റർ ഇട്ടാൽ പോരെ. അപ്പൊ 5-ൽ നിന്ന് 3 കുറച്ചാൽ 2/8 എന്ന് വരും. ഈ 2/8 നമുക്ക് വീണ്ടും ചുരുക്കാലോ. 2/8 എന്ന് പറഞ്ഞാല് ചുരുക്കിയ 2-നെയും 8-നെയും നമുക്ക് 2 കൊണ്ട് തന്നെ ചുരുക്കാം. 2-ൽ 2 ഒരു പ്രാവശ്യം പോകും. 8-ൽ 2 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/4 എന്ന് കിട്ടി. അതായത് ഇവിടെ ഈ അംശബന്ധങ്ങളുടെ വ്യത്യാസം, അതായത് അതിനെ ഭിന്നമാക്കിയപ്പോൾ കിട്ടിയ വ്യത്യാസമാണ് 4-1 എന്ന് മനസ്സിലായി. എന്ന് വെച്ചാല് മിനിക്ക് ഇവിടെ എത്ര രൂപ അധികം കിട്ടിയിട്ടുണ്ട്? ഇവളെക്കാളും സുമയേക്കാളും 300 രൂപ അധികം കിട്ടിയല്ലോ. ആ 300 ആണ് ഏതോ ഒരു സംഖ്യയുടെ 4-1 ആ 300. കാര്യം മനസ്സിലായോ? അപ്പൊ 300 എന്ന് പറയുന്നത് ഏതോ ഒരു സംഖ്യയുടെ 4-1 ഭാഗമാണ്. അതായത് അവര് വീതിച്ചെടുത്ത എമൗണ്ടിന്റെ 4-1 300. അപ്പൊ നമുക്ക് ആ എമൗണ്ട് കാണാൻ എന്ത് ചെയ്യാം? അവർ വീതിച്ചെടുത്ത തുക കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ആ എമൗണ്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? ഏതോ ഒരു സംഖ്യയുടെ 4-1 300. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച്, ഏതിന്റെ 4-1 300? നിങ്ങൾക്ക് അത് അപ്പൊ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് തിരിച്ച് എങ്ങനെ ചെയ്താൽ മതി? 4-1 300 എങ്കിൽ ആ സംഖ്യ കാണാൻ 4 കൊണ്ട് ഗുണിച്ചാൽ മതി 300-നെ. ആ 300-നെ 4 കൊണ്ട് ഗുണിക്കുന്നു. 300 × 4 എത്രയാ? 1,200. അപ്പൊ 1,200 രൂപയാണ് എന്ത് ചെയ്തത്? ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഏത് അംശബന്ധത്തിൽ വീതിച്ചത്? 5:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വീതിച്ചെടുത്തത്. ഓക്കെ, 1,200 രൂപ. അപ്പൊ 1,200 രൂപ വീതിച്ചെടുത്തപ്പോഴാണ് മിനിക്ക് എത്ര കിട്ടിയത്? 300 രൂപ അധികമായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കണക്കിലേക്ക് നമുക്ക് കടക്കാം. നേരത്തെ ചെയ്ത അതേ കണക്കിന്റെ അതേ മോഡൽ കണക്ക് തന്നെയാണ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. അപ്പൊ ഇതുപോലുള്ള മറ്റു കണക്കുകൾ നമുക്ക് ഇനി ഉണ്ടോന്ന് നോക്കാം. അടുത്തതിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നോക്കൂ.
150 lemons can buy for rupees 63. How many lemons can buy for rupees 105? അതായത് 150 നാരങ്ങകൾ നമുക്ക് എന്ത് ചെയ്യാം 63 രൂപയ്ക്ക് വാങ്ങാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം 105 രൂപയ്ക്ക് എത്ര നാരങ്ങ വാങ്ങാം? അതാണ് ചോദ്യം. നോക്ക്, അതായത് 63 രൂപയ്ക്ക് നമുക്ക് എത്ര നാരങ്ങ വാങ്ങാൻ പറ്റും? 150 നാരങ്ങ വാങ്ങാൻ പറ്റും എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. 63 രൂപയ്ക്ക് 150 നാരങ്ങ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് 105 രൂപയ്ക്ക് എത്ര നാരങ്ങ കിട്ടും? അത് നമുക്ക് അറിയില്ല. അപ്പൊ നോക്ക്, 63:105. 63 എന്ന് പറയുന്നത് ഇവിടെ എന്താ വരുന്നത്? ആ രൂപയാണ്. എത്ര വില? 63-ന് 150 നാരങ്ങ. 105-ന് എത്ര വാങ്ങാം? അതായത് ഇവിടെ രൂപകൾ തമ്മിലുള്ള അംശബന്ധമാണ് 63:105. ഇനിയോ അവയ്ക്ക് കിട്ടുന്ന നാരങ്ങളുടെ അംശബന്ധമാണ് ഇപ്പുറം വരുന്നത്. അതായത് 63 രൂപയ്ക്ക് 150 എണ്ണം കിട്ടുമെങ്കിൽ 105-ന് എത്ര കിട്ടും? നമുക്കറിയില്ല എത്ര കിട്ടുന്നു. ഞാൻ അതിന് എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് എടുക്കുന്നു. അപ്പം 63:105-നെ ഞാൻ എന്ത് ചെയ്യുന്നു? 63/105 എന്ന് എഴുതാം. നമ്മൾ അംശബന്ധത്തെ ഇങ്ങനെയും ആക്കി മാറ്റാന്ന് പഠിക്കുന്നുണ്ട്. സമം 150:x-നെ 150/x എന്ന് എഴുതുന്നു. ഇനി നോക്കിയേ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ x-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? ഇൻറ്റു എക്സ് ആവുമല്ലോ. 63 ഗുണിക്കണം x എന്ന് വരും. സമം ഈ 105-നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 150 ഗുണിക്കണം 105 എന്ന് കിട്ടും അല്ലേ? ഇനി x-നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ തന്നെ വെക്കുന്നു. ഈ ഗുണിക്കണം 63 സമത്തിന് ഇപ്പുറം പോകുമ്പോൾ എന്തായി മാറും? ഹരിക്കണം 63 ആവുമല്ലോ. അപ്പൊ 150 ഗുണിക്കണം 105 ഹരിക്കണം 63 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ 63 105 ഞാൻ ഇതിനെ 3 കൊണ്ട് ഞാൻ വെട്ടിച്ചുരുക്കാനാണ് പോകുന്നത്. 150-നെയും 63-നെ ഞാൻ 3 കൊണ്ട് ചുരുക്കുന്നു. 63-ൽ 3 എത്ര പ്രാവശ്യം പോകും? 6-ൽ 3 2 തവണ പോകും. പിന്നെ 3-ൽ 3 1 തവണ. ഇവിടെ 150-നെ 3 കൊണ്ട് ചുരുക്കുമ്പോൾ എത്ര വരും? 50 വരും അല്ലേ? ഇനി വീണ്ടും നമുക്ക് 50 × 105/21. നമുക്ക് 21-നെ നമുക്ക് എന്ത് ചെയ്യാം? 105-നെ 21 കൊണ്ട് ചുരുക്കാം. 5 21കൾ ചേർന്നതാണ് എന്ത് പറയുന്നത്? 105. ഇനി 50-ഉം 5-ഉം തമ്മിൽ ഗുണിക്കുന്നു. അപ്പൊ 50-ഉം 5-ഉം തമ്മിൽ ഗുണിച്ചാൽ എത്ര വരുക? 250. അപ്പൊ എത്ര നാരങ്ങ കിട്ടും? 250 നാരങ്ങ കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചാലും മതി. 63 നാരങ്ങ, അത് നോക്കി, 63 രൂപയ്ക്ക് 150 നാരങ്ങ ആണ് കിട്ടുന്നത്. അപ്പം അല്ലേ വേണ്ട, അങ്ങനെ പറയുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ 63 രൂപയ്ക്ക് 150 നാരങ്ങ. അങ്ങനെയാണെങ്കിൽ 105 രൂപയ്ക്ക് എത്ര കിട്ടും നമുക്കറിയില്ല. അതിനെ എക്സ് ആയിട്ട് എടുത്തു. ഈ അംശബന്ധത്തെ മാറ്റിയിട്ട് നമ്മൾ ബൈ ആക്കി എഴുതി. പിന്നീട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ എക്സ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഗുണിക്കണം എക്സ് ആകും. ഈ 105 അങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കണം 105 ആവും. എക്സിനെ മാത്രം ഇവിടെ വെച്ചു. അപ്പോൾ ഗുണിക്കണം 63 സമത്തിന് അപ്പുറം പോകുമ്പോൾ ഹരിക്കണം 63 ആവും. ബൈ 63 ആകും. ഈ 63-നെ 150-നെ 3 കൊണ്ട് ചുരുക്കി. 150-ൽ 3 50 പ്രാവശ്യം പോകും. 63-ല് 3 21 പ്രാവശ്യം പോകും. 21-നെ കറക്റ്റ് 105 കൊണ്ട് നമുക്ക് ചുരുക്കിയാൽ എത്ര വരും? 5 എന്ന് കിട്ടും. 21 5കൾ ചേർന്നാണ് 105. അങ്ങനെയാണ് അവിടെ 5 കിട്ടിയത്. 50 5 കൂടി ഗുണിച്ചാൽ 250. അപ്പോൾ 250 നാരങ്ങ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം നോക്കൂ. 46:18 സമം 69:x. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്ത്? അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നേരത്തെ ഇപ്പൊ നമ്മൾ ചെയ്ത കണക്കിന്റെ അതേ മോഡൽ തന്നെയാണ് വരുന്നത്. 46:18 സമം 69:x ആണെങ്കിൽ എക്സ് എത്ര? അപ്പൊ നമുക്കറിയാം ഈ അംശബന്ധത്തിലുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഭിന്നമാക്കി മാറ്റാനും പഠിച്ചിട്ടുണ്ട്. 46:18 വെച്ചാൽ 46 അതിനെ /18 ആക്കി മാറ്റി. ഈസ്റ്റു മാറ്റി ബൈ ആക്കാം. അപ്പൊ ഈ സൈഡ് എന്ത് വരും? 69/x എന്ന് വരുമല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു.
എക്സിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പം 46 ഗുണിക്കണം എക്സ് എന്ന് വരുമല്ലോ, സമം ഈ 18 നേരെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? 69 ഗുണിക്കണം 18 എന്നായി മാറും. അപ്പം എക്സിനെ ഞാൻ അവിടെ വെച്ചു. എക്സിനെ അവിടെ വെക്കുമ്പോൾ എന്താ വരിക? 69 × 18 ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ആര് വരണം ഇങ്ങോട്ട്? ഈ ഗുണിക്കണം 48 ഇങ്ങോട്ട് കൊണ്ടുവരണം. ഗുണിക്കണം 46 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 46 ഹരിക്കണം 46. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി നോക്കിയേ, നമുക്ക് ഇതിനെ വെട്ടിച്ചുരുക്കാൻ പറ്റുന്നതിനെ പരമാവധി വേഗം വെട്ടിച്ചുരുക്കാം. ഈ 18ഉം 46ഉം നമുക്ക് വെട്ടിച്ചുരുക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് നമുക്ക് ഇതിനെ വെട്ടിച്ചുരുക്കാമല്ലോ, 18നെയും 46നെയും. അതായത് 18 എന്ന് പറയുന്നത് 2ൽ എത്ര പ്രാവശ്യം പോകും? 9 അല്ലേ? 9 2 18. അപ്പൊ 18നെ 2 കൊണ്ട് ചുരുക്കിയാൽ അല്ലെങ്കിൽ ഹരിച്ചാൽ 9 കിട്ടും. അതേ 2 കൊണ്ട് താഴെയുള്ള 46നെ നമുക്ക് ചുരുക്കണമല്ലോ. അല്ലെങ്കിൽ 46നെ 2 കൊണ്ട് ചുരുക്കുക, അല്ലെ 2 കൊണ്ട് ഹരിക്കുക എന്നെല്ലാം പറഞ്ഞാൽ 46ന്റെ പകുതി എത്ര വരും? 23 എന്ന് വരും. അപ്പം ഇനി 23ഉം 69ഉം നോക്കിയേ. നമുക്കറിയാം 23ഉം 69ഉം ഒരു ബന്ധമില്ലേ? 23ന്റെ 3 ഇരട്ടിയല്ലേ 69. അപ്പം ഈ 69ൽ 23 എത്ര പ്രാവശ്യം പോകും ചോദിച്ചാൽ 3 തവണ. ഇനി 3ഉം 9ഉം ആണ് ഇവിടെ ബാക്കിയുള്ളത്. അവ തമ്മിൽ ഗുണിക്കണം. 3 ഗുണിക്കണം 9 എത്രയാ? 27. അപ്പൊ എക്സിന് വില എത്രയാ? 27 ആയിരിക്കും. ഓക്കെ, ഇത് ചെയ്യും. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് കണ്ടു നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. 3/4 liter of water needed to fill a big bottle. 2.5 liter of water needed to fill a small bottle. What will be the ratio of volume of big and small bottles? അതായത് 3.5 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ പാത്രം നിറയ്ക്കാം. ഓക്കെ, അതായത് വലിയ പാത്രം നിറക്കാൻ 3.5 ലിറ്റർ വെള്ളം വേണം. ചെറിയ പാത്രം നിറക്കാൻ 2.5 ലിറ്റർ വെള്ളവും വേണം. അത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവ വലിയ പാത്രത്തിന്റെയും ചെറിയ പാത്രത്തിന്റെയും വോളിയം തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന അളവുകൾ തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട് വോളിയം എന്ന് വെച്ചാൽ ആ കുപ്പിയിൽ എത്രത്തോളം വെള്ളം വേണോ അതിനാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എത്ര വോളിയം ഓഫ് വാട്ടർ അതിൽ കൊള്ളും. വലിയതിൽ 3 and 3/4 കൊള്ളും, മറ്റേ ചെറുതിൽ 2.5 ലിറ്ററും കൊള്ളും. അപ്പൊ വോളിയം അതിന്റെ റേഷ്യോ എന്ന് വെച്ചാൽ ബിഗ് ആൻഡ് സ്മോൾ എന്നാ പറയുന്നത്. അപ്പൊ ആദ്യം ബിഗ് എഴുതണം, പിന്നെ സ്മോൾ എഴുതണം. അപ്പൊ 3/4 ഈസ് ടു 2.5. വലിയതും ചെറുതും തമ്മിലുള്ള അംശബന്ധം വേണ്ടത്, റേഷ്യോ ഓഫ് ബിഗ് ആൻഡ് സ്മോൾ. അപ്പൊ 3/4 ഈസ് ടു 2.5 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ആദ്യം 3/4 2.5 നമുക്ക് സാധാരണ ഭിന്നമാക്കണം അല്ലെ? അതായത് സാധാരണ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇതിനെ മാറ്റണം. ഇത് ഒരു മിശ്ര ഭിന്നമാണ്, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ നോർമൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇതിനെ മാറ്റണം. 3/4 നമുക്ക് എങ്ങനെ മാറ്റാം? ആദ്യം 3ഉം 4ഉം തമ്മിൽ ഗുണിക്കുക. 3 4 12, അതിനോട് 3 കൂട്ടുക. 12 3 എത്ര? 15. 15 ബൈ എന്ത് വരും? 4 ഈസ്റ്റു 2.5 നമുക്ക് മാറ്റാലോ. 2ഉം 2ഉം തമ്മിൽ ഗുണിക്കുക, അത്രയാ 4. പിന്നീട് അതിൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ 5 ബൈ 2 എന്ന് വരും. അപ്പൊ 15/4 ഈസ്റ്റു 5/2 എന്ന് വരും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് എങ്ങനെ വെട്ടിച്ചുരുക്കാനോ ചുരുക്കാനോ പറ്റൂല. കാരണം ഇതൊക്കെ എന്താണ്? ഒന്ന് ഒറ്റ സംഖ്യ ഒന്ന് ഇരട്ട, ഇത് ഒന്ന് ഒറ്റ ഒന്ന് ഇരട്ട, ആ രൂപത്തിലാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താ? ഈസ്റ്റു മാറ്റിയിട്ട് അതിനെന്താ ബൈ ആക്കി മാറ്റാം. അപ്പൊ 15/4 ബൈ 5/2 എന്നായി മാറും അല്ലെ? ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്കറിയാം 2 ഭിന്നസംഖ്യകൾ നമ്മൾ എങ്ങനെയാ ഹരിക്കുക? ഹരിക്കേണ്ട സംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. അങ്ങനല്ലേ നമ്മൾ പഠിച്ചത്? ഹരിക്കേണ്ട സംഖ്യയുടെ വിൽക്രമം. അപ്പൊ 15/4 മുകളിലത്തെ സംഖ്യയാണ്, താഴെയുള്ള സംഖ്യ കൊണ്ടല്ലേ നമ്മൾ ഹരിക്കുന്നത്. അതിന്റെ വിൽക്രമം എടുക്കണം. 5/2 വിൽക്രമം എത്രയാ? അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 5/2ന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ 5/2ന്റെ വിൽക്രമം എന്ന് വെച്ചാൽ എന്താ? അതിന് തല തിരിച്ചിടുക അല്ലെ? 5/2 തിരിച്ചിട്ടാൽ എന്താ? 2/5 എന്ന് വരും. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിനെ പിന്നെ കട്ട് ചെയ്ത് കളയാം. 15ലെ 5 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും അല്ലെ? 15ലെ 5 3 പ്രാവശ്യം പോകും. ഇനിയോ 4ല് 2 നമുക്ക് എത്ര പ്രാവശ്യം പോകാം? 4ൽ 2 2.
അപ്പം എല്ലാം ചുരുക്കി കഴിഞ്ഞു. ബാക്കി എത്രയാണ് വരുന്നത്? 3/2. വേറെ ഇവിടെ സംഖ്യകളൊന്നുമില്ല. മേലെ 3ഉം താഴെ 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ 3/2 നമുക്ക് അംശബന്ധത്തിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? 3:2. അപ്പോൾ ഇവിടെ എത്രയാണ് റേഷ്യോ വന്നത്? വലിയ പാത്രവും ചെറിയ പാത്രവും തമ്മിലുള്ള അംശബന്ധം 3:2. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അംശബന്ധത്തിലെ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ത്രികോണങ്ങളുടെയൊക്കെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.